ദൈവിക വാഗ്ദത്ത നിവർത്തികൾക്ക് പ്രായമൊരു തടസ്സമല്ല എന്നുള്ളൊരു ഈശ്വരത്വമാണ് മോർണിംഗ് മന്നായിലൂടെ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഇടയന്മാർ യേശുവിനെ കണ്ട കാര്യമാണെങ്കിൽ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് പോയ ശിമ്യോൻ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ബൈബിൾ കഥാപാത്രം യേശുവിനെ കരങ്ങളിലേന്തി ദൈവത്തെ സ്തുതിക്കുന്നൊരു ദൈവശബ്ദമാണ്. നമ്മുടെ മെസ്സേജിൻ്റെ പോയിന്റ് മറക്കരുത്. നിലകളിൽ കേട്ട ചിലത് കാണാൻ പോകുന്നു, കണ്ട ചിലത് പ്രാപിക്കാൻ പോകുന്നു. ആമേ. നോക്കിയേ, 27-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന വൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടു ചെന്നപ്പോൾ അവനവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി ഈ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ മെസ്സേജുമായിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ദേശത്വ കേട്ടു. എന്തുവാ? ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ മരണം ആസ്വദിക്കത്തില്ല. മരണം കാണുകയില്ല. ഹല്ലേലൂയ. ശിമ്യോൻ അത് കേട്ടിട്ട് എൻ്റെ ചിന്ത പറയാം, നാളുകളായി, വർഷങ്ങളായി, പക്ഷെ അത് ഇതുവരെ കാണാനായിട്ട് കഴിയുന്നില്ല. ആ ദൈവപ്രവൃത്തി ഇതുവരെ കാണാൻ കഴിയും. പക്ഷേ ഒരു ദിവസം, എൻ്റെ ചിന്തയാണ്, ഒരു ദിവസം ഏർലി മോർണിംഗിൽ പ്രാർത്ഥനാ മുറിയിൽ അവൻ എഴുന്നേൽക്കുമ്പോൾ ഒരു ആത്മനിയോഗം വെളിപ്പെടുകയാണ്. ദൈവാലയത്തിലേക്ക് പോകാൻ, ചർച്ചിലേക്ക് പോകാൻ, എന്തോ ഇന്ന് സംതിങ് ഹാപ്പൻ, ഇന്ന് സംഭവിക്കും, എന്തൊക്കെയോ ഒന്ന് സംഭവിക്കാനായിട്ട് പോവുക, എന്തൊക്കെയോ ഒന്ന് സംഭവിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ള ആ ഒരു ചിന്ത ആമേൻ കടന്നു വരികയും അതൊരു ഭയങ്കര ദൈവിക പ്രവൃത്തിയായിട്ട് മാറുകയും ചെയ്തു. ആമേൻ. വാക്തത്വം തമ്മിൽ ആലയത്തിനകത്ത് കൂട്ടിമുട്ടുമ്പോൾ ആത്മനിയോഗത്തോടെ ശിമ്യോൻ പറയുന്ന പദമാണ് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായിട്ടെടുത്തത്. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. അപ്പൊ ഇതുവരെ അവനെ പിടിച്ചു നിർത്തിയത് എന്തുവാ? അവൻ കേട്ട ചില ദൈവിക വാഗ്ദത്തങ്ങളാണ്. അവൻ കേട്ട ചില വാഗ്ദത്തങ്ങൾ അവനെ പിടിച്ചു നിർത്താൻ ഇടയായിത്തീർന്നു. മാത്രമല്ല, ആ വിറയ്ക്കുന്ന കരങ്ങളിലേന്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് പറയും, കണ്ടല്ലോ, ഇന്നലകളിൽ കേട്ടത് ഞാൻ കണ്ടല്ലോ. ഹമേ. 84 വർഷം വിധവയായിരുന്ന ഹന്ന എന്നുള്ളൊരു പ്രവാചകി ആ സമയത്ത് ശിമ്യോനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും. കണ്ടത് കരങ്ങളിലേന്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനത് മുഖാന്തരമായി മാറും. യെസ്, ശിമ്യോൻ ചിലത് കരങ്ങളിലേന്താൻ കാരണം എന്താ? അവൻ്റെ മേൽ വന്ന ആത്മനിയോഗമാണ്. അതിനു മുമ്പ് ആ ആത്മാവിൽ അവൻ കേട്ട ദൈവശബ്ദമാണ്. അത് രണ്ടും അവനെ ആ ആലയത്തിനകത്തേക്ക് കൊണ്ടുവന്നു. അനേക കുഞ്ഞുങ്ങളെ അവിടെ സമർപ്പിക്കാൻ കൊണ്ടുവന്ന് കാണും, ഇല്ലേ? 8-ാം നാളിൽ പരിച്ഛേദന ചെയ്യാൻ കൊണ്ടുവന്ന് കാണും. പക്ഷേ ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ആ ശിമ്യോൻ കടന്നു വന്നത്. കരങ്ങളിലേന്തിയിട്ട് പറയുക, ഇപ്പോൾ നാഥ, ദൈവത്തോട് പറയുക, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. സകല ജാതികൾക്കുമുള്ള നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഞാനാ കേട്ടത് വാഗ്ദത്തം, ഞാനാ കേട്ടത് ഈ ശബ്ദം എന്നിലന്ന് നിറവേറുകയാണ്. യെസ്, നിശ്ചയമായിട്ട് നീ കേട്ട ചില വാഗ്ദത്തങ്ങൾ, കുഞ്ഞെ, നീ കേട്ട ചില ദൈവശബ്ദങ്ങൾ അടുത്ത തലമുറയിലല്ല നിറവേറുന്നത്, നിന്നിൽ തന്നെ നിറവേറിയിട്ട് അടുത്ത മുമ്പോട്ട് വരെ പരിപാടിയുള്ളൂ. വിശ്വസിക്കുക, അങ്ങനെ വിശ്വസിക്കേ. ദൈവമാണോ പറഞ്ഞു? മനുഷ്യൻ പറയുന്നതിൻ്റെ കൂട്ടൊന്നും അല്ല. മനുഷ്യർ പലതും പറയും, പിന്നെ അവര് പറഞ്ഞത് തന്നെ പറഞ്ഞില്ലെന്ന് വാക്ക് മാറ്റി പറയും. അയ്യോ, അങ്ങനെ ലോകത്ത ഞാനും നിങ്ങളും ജീവിക്കും, ഞാനങ്ങനെ പറഞ്ഞു. മനുഷ്യരങ്ങനെ പറയും കേട്ടോ. പക്ഷെ ദൈവം അങ്ങനെയല്ല. പറഞ്ഞതാ. സ്വർഗം അത് ചെയ്യും കേട്ടോ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഇത്ര ക്ലിയർ ആയിട്ടാകും ഞങ്ങളോട് ഇന്ന് രാവിലെ ഇടപെട്ടത്. എന്നോടൊപ്പം ഈ സന്ദേശം കേട്ട് ഇതിനകത്തുള്ള നല്ല സത്തുകൾ ഉള്ളിൽ അയവിറക്കുന്ന സൗരങ്ങളുണ്ട്. അവരെ ഓർത്ത് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ ഇവിടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞത് നിറവേറണമോ അത് എല്ലാ രീതിയിലും സംഭവിക്കട്ടെ കർത്താവേ. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീർക്കണം. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന
എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.